ഹലോ ഗായ്സ്, എല്ലാവർക്കും ദീപകൃഷ്ണ വേൾഡിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും റെഗുലറായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് വെച്ചു. എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? ഇപ്പം ഇവിടെ മഴ കുറച്ച് തോന്നുന്നു. ആ നേരത്തെ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഡ്രാഗണിൽ മുട്ട വീഴാറായി നിൽക്കുന്നത് കണ്ടത്. 2 ദിവസത്തിനുള്ളിൽ ഇത് വിടും. അപ്പം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. മഴക്കാലമൊക്കെ അല്ലേ, അപ്പം എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കിച്ചണിലോട്ട് കയറിയപ്പം വെറുതെ ഒരു മാങ്ങ ഇരിക്കുന്ന കണ്ടത്. അപ്പം ഇത് വെച്ച് നമുക്കൊരു കേസരി ആയാലോ, മാങ്ങ കേസരി. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ പൾപ്പ് എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ മാങ്ങാപ്പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ കേസരി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് റവയാണ്, പിന്നെ പഞ്ചസാര, നട്ട്സ്, പൾപ്പ്, വെള്ളം, നെയ്യ്. സ്റ്റൗവിൽ നമ്മൾ കേസരി ഉണ്ടാക്കാൻ ഉള്ള പാത്രം വെച്ച് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് റവ ഇട്ട് നല്ലവണ്ണം വെള്ളം വറ്റുന്നവരെ റവ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ അതിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യൊക്കെ അവരവരുടെ ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും നെയ്യെല്ലാം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാംഗോ പൾപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പൾപ്പൊന്ന് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നട്ട്സും റീസൻസും ബദാമോ അങ്ങനെ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ കേസരി റെഡിയായി. ഇനി നമുക്കിത് കഴിച്ചു നോക്കിയാലോ. സൂപ്പർ. മാംഗോ കേസരി ഉണ്ടാക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.